ഹലോ, ഇന്ന് നമ്മൾ യാത്ര പോകാം കേട്ടോ. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ തൃപ്രയാറാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ രാമായണ മാസത്തിലെല്ലാവരും കൂടുതൽ വരുന്നൊരു അമ്പലത്തിൽ അല്ലേ ഇത്. അപ്പോൾ ശ്രീരാമനെ കാണാനാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കേട്ടോ വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറേയായി എനിക്കൊന്നും കുറേയായി ഇവിടെ വന്നിട്ട് കേട്ടോ. സാധാരണ ഇടയ്ക്ക് വരാറുള്ളതായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് കേട്ടോ രാമൻ്റെ വിഗ്രഹം എഴുന്നള്ളിപ്പ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആനയുടെ പുറത്ത് ഇങ്ങനെ ഒരു വിഗ്രഹമായിട്ട് ഇങ്ങനെ 3 വലം ചുറ്റിയിട്ടാട്ടോ വരിക. അപ്പോൾ സാധാരണ നേരത്തെ പോയാലാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. നേരത്തെ പോയി നല്ലൊരു ക്ലൈമറ്റിൽ ശരിക്കും അമ്പലത്തിലെ ഒരു വൈകുന്നേരം കുറച്ച് നേരത്തെ അങ്ങനെയൊക്കെ പോകുന്നത് നല്ലൊരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടൊരു ഇത് തോന്നുന്നൊരു ടൈമാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ കാലത്ത് നേരത്തേക്കൊരു എന്തോ എനിക്കങ്ങനെ നേരത്തെ പോകാനായിട്ട് ഇഷ്ടം. കൂടുതലും രാവിലെ എണീക്കുന്നത് അത് ശരിയാണ് എന്നാൽ പോലും. അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നട തുറന്നിട്ടില്ല ഇതുവരെ. നമ്മളെന്തായാലും ശരിയെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ നടന്നിട്ട് നമുക്ക് എന്താണെങ്കിലും അവിടെ കുളമുണ്ടല്ലോ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അവർ 3 വലം ചുറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡോട്ട് വന്നു കേട്ടോ. ഇനിയാണ് കേട്ടോ അമ്പലം തുറക്കാൻ പോകുന്നത്. എന്താ പറഞ്ഞാൽ എല്ലാവരും കൂടി വരും. മുകളിലിരിക്കുന്ന തന്ത്രി ഇറങ്ങിയിട്ട് വിഗ്രഹം അകത്തുകൊണ്ട് വയ്ക്കും. എപ്പോഴാണ് നട തുറക്കുകയുള്ളൂ. അതുവരെ നമ്മൾ പുറത്തുതന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും തൊഴുതി വണങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കെന്നാൽ ശരി കുളത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മീനൂട്ട് അവിടെ നമ്മൾ ഈ മീനിന് ഫുഡൊക്കെ കൊടുക്കുമല്ലോ. അത് എപ്പോഴും ചെയ്യണ കാര്യം കേട്ടോ. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അറിഞ്ഞില്ലെങ്കിൽ പോലും അവിടുത്തെ എന്താണ് വിശേഷം കാര്യങ്ങൾ എന്നറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. എന്താ പറയുക ഇപ്പോൾ വരാഹം ഇങ്ങനെ കുറച്ച് ഇതുണ്ടല്ലോ കൂർമ്മം വരാഹം മത്സ്യം അങ്ങനെയാണല്ലോ പറയാം. അപ്പോൾ ഞാനും വിജിയും അനിയനും എല്ലാവരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിറയെ മീനുണ്ട് കേട്ടോ. നമുക്ക് എന്താ അതിശയം തോന്നി ഇങ്ങനെ കുറേ മീൻ കാണുമ്പോൾ ഒരു സമയം. പിന്നെ നമ്മൾ